إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പോരായ്മകളും കുറവുകളും തിന്മകളും അവൻ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് നമുക്ക് പുറത്തു നൽകി മാപ്പരുളി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതം അവൻ സ്വർഗീയമാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ കാലം നാം പ്രാർത്ഥിച്ച, ഏറെ ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച ആ ഒരു മാസത്തിൽ വീണ്ടും ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ, അതിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും കേൾക്കുന്ന ഔപചാരിക വർത്തമാനത്തിനപ്പുറത്ത് ഹൃദയം കൊണ്ട് അത് ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എത്രമാത്രം വലിയ അനുഗ്രഹമാണ്
അള്ളാഹു നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിനോട് നന്ദികേട് കാണിക്കുക എന്നുള്ളത് തീർത്തും മഹാപാപമായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ബനു ഇസ്രായേല്യരുടെ പല സംഭവങ്ങളും പറയുന്നതിനിടയിൽ സൂറ ബഖറയിൽ അവരുടെ ഒരു നന്ദികേടിനെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഒരു പ്രവാചകനെ ഏറെ കാലം അവർ കാത്ത് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രവാചകന് വേണ്ടി. ചില ആളുകൾ വിദൂര ദിക്കുകളിൽ നിന്ന് യസ്രിബിലേക്ക് വന്ന് താമസം മാറ്റിയത് പോലും അതിനുവേണ്ടിയായിരുന്നു. പക്ഷേ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, സൂറ ബഖറയിലൂടെ അല്ലാഹു അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർ കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന അവർക്കറിയുമായിരുന്ന ആ സത്യം വന്നെത്തിയപ്പോഴേക്ക്, ആ പ്രവാചകൻ ആഗതനായപ്പോഴേക്ക് കഫറൂ ബിഹി, അവർ ആ പ്രവാചകനിൽ നിഷേധം പ്രഖ്യാപിച്ചു, പ്രവാചകനെ നിഷേധിച്ച് തള്ളി. കഫറ എന്ന പദത്തിന് ഭാഷാപരമായ മറ്റൊരർത്ഥം, സത്യത്തിൽ അതിൻ്റെ കുറച്ചുകൂടി അടിസ്ഥാനപരമായ അർത്ഥം നന്ദികേട് എന്നുള്ളതാണ്. അവർ നന്ദികേടാണ് കാണിച്ചത്. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, ആ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഈ രൂപത്തിൽ നന്ദികേട് കാണിക്കുന്ന കാഫിരീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപം വർഷിക്കും എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. സമാനമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മെനക്കെടാതെ വിശുദ്ധ മാസത്തെ പാഴാക്കി കളയുന്ന ആളുകൾക്കും നൽകിയ മുന്നറിയിപ്പ്. അവർ നശിച്ചു പോകട്ടെ എന്ന പ്രാർത്ഥനയാണ്, അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഈ മാസത്തിന്റെ മർമ്മം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ മാസം, എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്താണ് നാം ഇതിൽ അനുഷ്ഠിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ തന്നെ ഈ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നുണ്ട്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, എന്താണ് റമദാൻ മാസം എന്ന് ഖുർആൻ നമുക്ക് വിവരിച്ച് നൽകുകയാണ്. മറ്റു മാസങ്ങളുടെ ഒന്നും പേരുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുകയില്ല, പക്ഷെ റമദാനിന്റെ പേര് ഖുർആൻ പരാമർശിച്ചിരിക്കുന്നു. റമദാൻ മാസത്തെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്, അതും ഒരിടത്ത് മാത്രം. അവിടെ എങ്ങനെയാണ് ഖുർആൻ ആ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്, നിർവചിച്ച് നൽകുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, എന്താണ് റമദാൻ മാസം? ഉൻസില ഫീഹിൽ ഖുർആൻ, അതിന്റെ പ്രത്യേകത എന്തെന്നാൽ അതിൽ ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുന്നു. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദൻ ലിന്നാസ്, അത് ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിനോ സമുദായത്തിനോ വിഭാഗത്തിനോ ദേശത്തിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഹുദൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള ഹിദായത്തായിക്കൊണ്ടാണ് അള്ളാഹു ആ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വബയ്യിനാതിൻ മിനൽ ഹുദാ, കൃത്യമായ തെളിവുകളുടെ ഗ്രന്ഥം. റമദാൻ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് നിന്ന് ഖുർആൻ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്നിടത്തേക്ക് ആ ആയത്ത് മാറിയത് നമ്മൾ ആലോചിച്ച് നോക്കൂ. മിനൽ ഹുദാ വൽ ഫുർഖാൻ, തീർന്നില്ല. ആ ഖുർആനിനെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. എന്താണ് ഖുർആൻ, റമദാൻ എന്താണ് എന്നറിയാൻ ആഗ്രഹിച്ച് കാതുകൂർപ്പിച്ചിരുന്ന ആളുകളിലേക്ക് ഖുർആൻ എന്താണ് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. വൽ ഫുർഖാൻ, അത് ഫുർഖാനാണ്. അന്ധകാരങ്ങളിൽ നമ്മെ വഴിതെളിയിക്കേണ്ട പ്രകാശമാണ്. സത്യത്തെയും അസത്യത്തെയും നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന, ഏത് കൂരിരുട്ടിലും ഏത് ദുലുമാത്തുകളിലും അന്ധകാരങ്ങളിലും നമുക്ക് വെളിച്ചമായി മാറേണ്ട ഫുർഖാനാണത്. വൽ ഫുർഖാൻ, അങ്ങനെയാണ് സൂറത്ത് തലാഖിലും അതേപറ്റി അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. റസൂലൻ യത്ലൂ അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാത്ത്, ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അള്ളാഹു നിയോഗിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? യത്ലൂ അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാത്ത്, കൃത്യമായ ആ വ്യക്തമായ ആ ആയത്തുകൾ ആ റസൂല് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരുന്നു. ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി മിനദ്ദുലുമാതി ഇലന്നൂർ, എന്തിനാണ് അങ്ങനെ നിങ്ങൾക്ക് പാരായണം ചെയ്ത് നൽകുന്നത്? ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി മിനദ്ദുലുമാതി ഇലന്നൂർ, ഒരു ദുൽമിൽ നിന്നല്ല, ദുലുമാത്തുകളിൽ നിന്ന്, നിരവധി അനവധി അന്ധകാരങ്ങളിൽ നിന്ന്
ഹിദായത്തിന്റെ നൂറിലേക്ക്, അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ വഴി തെളിയിക്കാനാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് ആ ഖുർആൻ, ആ വേദം നിങ്ങൾക്ക് പാരായണം ചെയ്ത് നൽകുന്നത് എന്ന് അള്ളാഹു നാം ഉണർത്താണ്. അങ്ങനെ അങ്ങനെ അവസാനം ഒരിക്കലും അവസാനിക്കാത്ത ആ സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കാനാണ് ആ പ്രവാചകൻ, ആ റസൂല്, ആ വേദഗ്രന്ഥം നിങ്ങൾക്ക് പാരായണം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, അത്തരം ആളുകൾക്കുള്ള ഉപജീവനം അള്ളാഹു വളരെ നന്നാക്കിയിരിക്കുന്നു എന്നുകൂടി അള്ളാഹു പറയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ മർമ്മം അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഈ മാസത്തിന്റെ കേന്ദ്രബിന്ദു എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. ഈ രൂപത്തിൽ ഖുർആനിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു നോമ്പിനെ കുറിച്ച് പറയാണ്. ഫമൻ ശഹീദ മിൻകുമുശ് ശഹറ ഫല്യസും. അതുകൊണ്ട് ഈ രൂപത്തിൽ ഈ വേദഗ്രന്ഥത്തിന്റെ അവതീർണത കൊണ്ട്, ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം കൊണ്ട് പ്രത്യേകതയാർജിച്ച വിശേഷിപ്പിക്കപ്പെട്ട മാസമായിട്ട് മാറിയ ആ മാസത്തിന് നിങ്ങൾ ആരെങ്കിലും സാക്ഷികളാവുകയാണെങ്കിൽ, ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫല്യസും, ആ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നതാണ് നോമ്പിന്റെ കൽപ്പന. ആ രൂപത്തിലാണ് ആ ആയത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നത്. പറഞ്ഞു വരുന്നത്, ഈ മാസത്തിൽ നമ്മുടെ മുഖ്യ അജണ്ടയായി നാം നിശ്ചയിക്കേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധം തന്നെയാണ്. കാരണം റമദാനിന് ലഭിച്ചിരിക്കുന്ന സകല ശ്രേഷ്ഠതകളും ചെന്ന് അവസാനിക്കുന്നത് ഖുർആനിലേക്കാണ്. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ ലൈലത്തുൽ ഖദർ. അതേപ്പറ്റി രണ്ടിടങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ രണ്ടിടങ്ങളിലും അത് ഖുർആനിനോട് ചേർത്തുകൊണ്ടാണ് ആ രാവിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായും ആ ഗ്രന്ഥത്തെ, ആ ഖുർആനിനെ, ആ കിതാബിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൽ ഖദർ. അതത്രേ ആ രാവിനെ ആ അർത്ഥത്തിൽ ശ്രേഷ്ഠമായ, മുഖ്യമായ, അർത്ഥത്തിൽ ഉന്നതമായ ഒരു രാവാക്കി മാറ്റിയത്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവാക്കി ആ രാവിനെ മാറ്റിയത്. അങ്ങനെ ആ രാവ് മാറാനുള്ള കാരണം എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നാം അതിനെ ആ രാത്രിയിൽ അവതരിപ്പിച്ചു, ആ ഗ്രന്ഥത്തെ ആ രാത്രിയിൽ അവതരിപ്പിച്ചു എന്നതത്രേ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മറ്റൊരിടത്ത് പറയുന്നുണ്ട് മുബാറക്കായ ഒരു രാവിൽ ആ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ആ മുബാറക്കായ ഗ്രന്ഥത്തിന്റെ അവതരണം ആ രാവിലായതോടുകൂടി ആ രാവും മുബാറക്കായിട്ട് മാറുകയാണ്, പ്രത്യേകതയുള്ളതായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ആ അർത്ഥത്തിൽ മുബാറക്കായ ജീവിതമായിട്ട് മാറും. ആ അർത്ഥത്തിൽ പ്രകാശിക്കുന്ന ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾക്കും മാറാൻ കഴിയും. അതുതന്നെയാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. അതിനുവേണ്ടിയാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മാണ വേളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. 1000 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ, റബ്ബേ, ആ സമൂഹത്തിൽ, ഇവിടെ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിൽ ഒരു റസൂലിനെ നീ നിയോഗിക്കണം, അവരിൽപ്പെട്ട ഒരു റസൂലിനെ നീ നിയോഗിക്കണം. എന്താണ് റസൂൽ ചെയ്യേണ്ടത്? യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ആ റസൂൽ, അള്ളാഹു, നിന്റെ വേദഗ്രന്ഥം ഇവിടെയുള്ള പാമരരായ, പാവങ്ങളായ, സാധാരണക്കാരായ മനുഷ്യർക്ക് തിലാവത്ത് ചെയ്തു കൊടുക്കണം, പാരായണം ചെയ്തു കൊടുക്കണം. ആ പാരായണത്തിലൂടെ വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു കൊണ്ടുവരണം, അവരെ മാറ്റണം. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. സൂറ ആല ഇമ്രാനിലൂടെ അള്ളാഹു അത് അനുസ്മരിക്കുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവരിൽപ്പെട്ട ഒരു ദൂതനെ തന്നെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. എന്താണ് ആ ദൂതന്റെ ദൗത്യം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ പ്രവാചകൻ ആദ്യമായി ചെയ്യേണ്ടത് ആ വേദഗ്രന്ഥം തിലാവത്ത് ചെയ്തു കൊടുക്കുക, അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുക. ആ വേദഗ്രന്ഥം എന്തെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ആ വേദഗ്രന്ഥത്തിലൂടെ യുക്തിജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് അള്ളാഹു ആ പ്രവാചകനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മുടെ ഹൃദയം ആ ഖുർആനിനെ സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു മാസത്തിലാണ് നാം ഉള്ളത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഏറ്റവും സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു നിൽക്കുന്ന ഒരു സമയമാണ്.
ആ സമയത്ത് ആ ഖുർആനിനെ ആ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കാൻ നാം തയ്യാറാകേണ്ട ഒരു മാസമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധനായ ഇന്ന് US ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പഠനകാല അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം മദീനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് ഖുർആൻ അധ്യാപകൻ, എല്ലാ ദിവസവും അദ്ദേഹം ആ അധ്യാപകന്റെ അടുക്കൽ ചെന്ന് ഖുർആനിൽ നിന്ന് പഠിച്ച ചില ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കും. അങ്ങനെ ഒരു ദിവസം റമദാനിൽ ആ അധ്യാപകൻ മുന്നിൽ തന്റെ ഊഴം കാത്തു നിൽക്കവേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു, ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യാപകൻ അദ്ദേഹത്തോട് ആംഗ്യ രൂപത്തിൽ പറഞ്ഞു ആ പുസ്തകം മാറ്റിവെക്കാൻ കൽപ്പിച്ചു. അപ്പൊ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് റമദാൻ മാസമാണ്, മറ്റു പുസ്തകങ്ങൾ വായിക്കാനുള്ള മാസമല്ല, ഇത് ഖുർആനിന്റെ മാസമാണ് എന്ന് അധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആ സമയത്ത് കൗതുകത്തോടുകൂടി അദ്ദേഹം തിരികെ ചോദിച്ചു, ഈ ഗ്രന്ഥം കണ്ടോ, ഇത് ഉലൂമുൽ ഖുർആനാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണിത്, ഇതിനും അത് ബാധകമാണോ എന്ന അർത്ഥത്തിൽ തിരികെ ചോദിച്ചപ്പോൾ ആ പണ്ഡിതൻ ആ റൗദയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത, ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഏറെ മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണ് മുവത്ത. ആ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്ത അവിടെ വെച്ചായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അവിടെ വെച്ചായിരുന്നു അദ്ദേഹം അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നത്. റമദാൻ മാസമാകുമ്പോൾ ആ ഗ്രന്ഥം അദ്ദേഹം മടക്കി വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് അദ്ദേഹത്തെ തിരുത്തി കൊടുക്കുകയാണ്. സമാനമായ സംഭവങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. പക്ഷേ റമദാനായി കഴിഞ്ഞാൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, മറ്റധ്യാപനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഖുർആനുമായി മുഴുകുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇമാം സുഹരി റഹിമഹുല്ല പറയുന്നുണ്ട്, റമദാനായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും, രണ്ട് കാര്യങ്ങൾ ഒഴികെ: പാവങ്ങളെ ഭക്ഷിപ്പിക്കുക, അവരെ സഹായിക്കുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക. ഇതല്ലാത്ത മറ്റൊരു കാര്യവും ഞങ്ങൾ ഈ മാസത്തിന് മറ്റൊരു കാര്യത്തിനും മുഖ്യ പരിഗണന കൽപ്പിച്ചിരുന്നില്ല എന്ന് ഇമാം സുഹരി റഹിമഹുല്ല പറയുന്നുണ്ട്. ഇതൊന്നും അവർ വെറുതെ പറയല്ല, അവർ പ്രവാചകന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, പ്രവാചകൻ അങ്ങേയറ്റം ഉദാരനായിരുന്നു. ആളുകളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉദാരൻ ആരെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഒന്നും അദ്ദേഹം തന്റെ കയ്യിൽ വെക്കില്ല, എന്ത് ലഭിക്കുമ്പോഴും അദ്ദേഹം അത് ദാനം ചെയ്യുമായിരുന്നു. എന്നാൽ വകാന അജ്വദു മാ യകൂനു ഫി റമദാൻ, റമദാൻ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ഉദാരനായിട്ട് മാറുന്നു, അതിനേക്കാൾ ഉദാരനായിട്ട് മാറുമായിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, وفي رمضان كان يلقاه جبريل وكان وفي رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن. റമദാൻ മാസത്തിന്റെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന് ജിബ്രീൽ അദ്ദേഹത്തിന് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയും ഖുർആൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു നൽകുകയും ചെയ്യുമായിരുന്നു റമദാൻ മാസമാകുമ്പോൾ എല്ലാ രാവിലും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാൻ ആയപ്പോഴേക്ക് 2 പ്രാവശ്യം ജിബ്രീൽ വന്നിട്ട് ഖുർആൻ മുഴുവനായിട്ട് അദ്ദേഹത്തിന് പാരായണം ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ദീർഘമായ നമസ്കാരത്തിലേക്ക് കടക്കുമായിരുന്നു. ആ നമസ്കാരത്തെ പറ്റി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങനെയുള്ള ഒരു രാത്രിയിൽ പ്രവാചകനെ പിൻപറ്റാൻ തീരുമാനിച്ചു. നമസ്കാരത്തിൽ റസൂലിനെ പിൻപറ്റി നമസ്കരിച്ചേക്കാമെന്ന് കരുതി അദ്ദേഹം പ്രവാചകന്റെ പിന്നാലെ ചെന്ന് നമസ്കാരം ആരംഭിച്ചു. റസൂൽ സൂറത്തുൽ ബഖറ മുതൽ പാരായണം ആരംഭിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കരുതി ഒരു 100 ആയത്തൊക്കെ ആകുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ റുക്കൂയിലേക്ക് പോകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ 100 ആയത്താഴി അവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും പ്രവാചകൻ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ കരുതി സൂറ ബഖറ അവസാനിക്കുമ്പോഴെങ്കിലും റുക്കൂയിലേക്ക് പോകുമായിരിക്കും. സൂറ ബഖറയും കഴിഞ്ഞു, ആലു ഇമ്രാനും നിസാഉം കഴിഞ്ഞു. അതിനുശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂയിലേക്ക് പോയത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതും വളരെ വേഗതയിലുള്ള പാരായണമായിരുന്നില്ല. ആ പാരായണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കാന മുതറസ്സിലൻ, നിർത്തിയായിരുന്നു, സാവധാനമായിരുന്നു പ്രവാചകൻ പാരായണം ചെയ്തിരുന്നത്. ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ, തസ്ബീഹ് ചെയ്യേണ്ട ആയത്തുകൾ, തസ്ബീഹിനെ പരാമർശിക്കുന്ന ആയത്തുകൾ വരുന്ന സമയത്ത് അവിടെ നിർത്തി അള്ളാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചെയ്യുമായിരുന്നു. അള്ളാഹുവിനോട് വല്ലതും ചോദിക്കേണ്ട ആയത്ത് വരുമ്പോൾ അവിടെ നിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അദാബുമായി ബന്ധപ്പെട്ട ആയത്ത്
വരുമ്പോൾ അവിടെ നിർത്തി അദാബിനെ തൊട്ട് കാവൽ ചോദിക്കുമായിരുന്നു. അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട വല്ലതും വരുമ്പോൾ അവിടെ നിർത്തി കാവൽ ചോദിക്കുമായിരുന്നു. ഇങ്ങനെ വളരെ നീണ്ട ഹദീസാണത്. അങ്ങനെ ചോദിച്ച് വളരെ സാവധാനം പതിയെ ഓതിയാണ് ബഖറയും ആലു ഇമ്രാനും നിസാഉം പൂർത്തീകരിച്ച് റസൂൽ റുക്കൂയിലേക്ക് പോയത്. ആ റുക്കൂയിന്റെ ദൈർഘ്യത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, ഖിയാം എത്രയായിരുന്നോ അതിനോട് അടുപ്പിച്ച് തന്നെ റുക്കൂയിലും പ്രവാചകൻ സമയം ചിലവഴിച്ചു. റുക്കൂയിലിന് ശേഷം സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇഅ്തിദാലിലേക്ക് വന്നു. അവിടെയും എത്രയായിരുന്നോ റുക്കൂയിൽ സമയം ചിലവഴിച്ചത് അതിനോട് അടുപ്പിച്ച സമയം ഇഅ്തിദാലിലും ചിലവഴിച്ചു. ശേഷം സുജൂദിലേക്ക് പോയി. ആ സുജൂദിൽ ഖിയാമിൽ എത്രയാണോ സമയം ചിലവഴിച്ചത് അത്ര തന്നെ സമയം ബഖറയും ആലു ഇമ്രാനും നിസാഉം പരിപൂർണമായി ആ സാവധാനം അവധാനതയോടുകൂടി ഓതി തീർക്കാൻ എത്ര സമയമാണോ പ്രവാചകൻ ചിലവഴിച്ചത് അത്ര തന്നെ സമയം സുജൂദിലും ചിലവഴിച്ചു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകന്റെ ഖിയാമുൽ ലൈലിന്റെ റക്അത്തിന്റെ എണ്ണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയ വീരവാദങ്ങളും ഗണ്ഡനമണ്ഡനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തിന്റെ ശൈലിയോ അതിന്റെ ദൈർഘ്യമോ അതിനെപ്പറ്റി പറയാനുള്ള ധൈര്യം നമുക്ക് ആർക്കും ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് സാധ്യമല്ല. അത്രമാത്രം അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി ഫി റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ റമദാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിലധികം നമസ്കരിച്ചിരുന്നില്ല. ഒരുപക്ഷെ അവിടെ വരെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതിനുശേഷമുള്ളത് നമ്മൾ കേൾക്കാൻ ഇടയില്ല. അതല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളാനും സാധ്യതയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യുസല്ലി അർബഅൻ, ആദ്യം 4 റക്അത്ത് നമസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ചോ അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ചോ അതിന്റെ വശ്യതയെക്കുറിച്ചോ നിങ്ങൾ ചോദിക്കരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. കാരണം അത് വിവരണാതീതമാണ്, അത് വിവരിക്കാൻ കഴിയില്ല. വീണ്ടും 4 റക്അത്ത് നമസ്കരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ആവർത്തിച്ചു, ലാ തസ്അലൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് അതിന്റെ വശ്യതയും സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്, കാരണം അത് വിവരിക്കാൻ സാധ്യമല്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രൂപത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തിരുന്നത്. ആ രൂപത്തിലായിരുന്നു റമദാനിൽ ഖിയാമുൽ ലൈലുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലവഴിച്ചിരുന്നത്. ഈ രൂപത്തിൽ പാരായണം ചെയ്യാനാണ് പ്രവാചകനോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. ഈ രൂപത്തിൽ നമസ്കരിക്കാനാണ് പ്രവാചകനോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രിയുടെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രവാചകരെ അങ്ങ് എഴുന്നേറ്റ് നമസ്കരിക്കുക. നിസ്ഫഹു, പറ്റുമെങ്കിൽ പകുതിയെങ്കിലും നമസ്കരിക്കുക. ഔസിദ അലൈഹി നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല, അത്ര പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ 1/3 ഭാഗമെങ്കിലും നമസ്കാരത്തിലായി അങ്ങ് ചിലവഴിക്കുക. ഔസിദ അലൈഹി, അതല്ലെങ്കിൽ 2/3 ഭാഗമാക്കി അതിനെ അധികരിപ്പിക്കുക. വറത്തിലിൽ ഖുർആന തർത്തീല, ആ ഖിയാമിൽ ആ നമസ്കാരത്തിൽ എന്താണ് അങ്ങ് അനുഷ്ഠിക്കേണ്ടത്? വറത്തിലിൽ ഖുർആന തർത്തീല, അവധാനതയോടുകൂടി സാവധാനം അങ്ങ് ഖുർആൻ പാരായണം ചെയ്യുക. തർത്തീലായി സാവധാനം അങ്ങ് ഖുർആൻ പാരായണം ചെയ്യുക. കാരണം അങ്ങനെയുള്ള പാരായണമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പാരായണം ചെയ്തു കൊടുക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. ഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. സൂറ ഇസ്രായിലൂടെ അല്ലാഹു ഉണർത്തുന്നുണ്ട്, ഈ ഖുർആനെ ഘട്ടം ഘട്ടമായിട്ട് വ്യത്യസ്ത സമയങ്ങളിലായി നാം അവതരിപ്പിച്ചത് എന്തിനാണ്? ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ, അങ്ങനെ ആളുകൾക്ക് അങ്ങ് അവധാനതയോടുകൂടി സാവധാനം സാവകാശത്തോടുകൂടി ഓതി കേൾപ്പിക്കാനാണ് ഈ രൂപത്തിൽ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തുന്നുണ്ട്. ഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലാ ഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു, അങ്ങ് പറയുക ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ. ഈ രൂപത്തിൽ ഖുർആൻ കേൾക്കുന്ന ആളുകൾ ആ ഖുർആനിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തു പോട്ടെ, എന്നാൽ ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അസ്ഖാനി സുജദ. യഥാർത്ഥ ജ്ഞാനം നൽകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വേദജ്ഞാനം ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ അവർ സുജൂദിലായി വീണുപോകും. സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സുജൂദിലായി വീണുപോകും. ഖുർആൻ കേൾക്കേണ്ടതുപോലെ കേട്ട ആളുകൾ, ഖുർആൻ ഓതേണ്ടതുപോലെ ഓതേണ്ട ആളുകൾ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി ഉലൈക യുഅ്മിനൂന
യുഅ്മിനൂന ബി, ആരാണ് ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾ? ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി, അതിനെ തിലാവത്ത് ചെയ്യേണ്ടതുപോലെ ആ രൂപത്തിൽ തിലാവത്ത് ചെയ്യുന്ന ആളുകളാണ് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ. ഉലൈക യുഅ്മിനൂന ബി, അവരാണ് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ. വയഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദ യബ്കൂന വയസീദുഹും ഖുശൂഅ, തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട് അവർ കരഞ്ഞുകൊണ്ട് അവരുടെ താഴ്മ അവിടെ വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് ഖുർആൻ കേൾക്കുന്ന സമയത്ത്. ആ രൂപത്തിൽ ഖുർആൻ കേൾക്കാനും ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ നമസ്കാരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. 20 റക്അത്തിന് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പല ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ആ 20 റക്അത്ത് നമസ്കാരത്തിന്റെ സൗന്ദര്യം അതൊരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയ സമയത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലായി ആളുകൾ നമസ്കരിക്കുന്നത് കാണാണ്. വ്യത്യസ്ത കോണുകളിൽ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി, ചില ആളുകൾ വ്യത്യസ്ത ജമാഅത്തുകളൊക്കെ ആയിട്ട് ഖിയാമുൽ ലൈൽ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തോന്നി എല്ലാ ആളുകളെയും ഒരു ഇമാമിന് കീഴിൽ നിർത്തിയാൽ അത് എത്ര നല്ലതായിരിക്കും. അങ്ങനെ അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഇശാ നമസ്കാരത്തോടനുബന്ധിച്ച് തന്നെ ഖിയാമുൽ ലൈൽ തുടങ്ങാൻ, രാത്രി നമസ്കാരം തുടങ്ങാൻ അദ്ദേഹം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ രാത്രി നമസ്കാരം 1/3 ഭാഗമെങ്കിലും കഴിഞ്ഞിട്ടായിരുന്നു. ഇശായോട് അനുബന്ധിച്ചായിരുന്നില്ല. 1/3 ഭാഗമെങ്കിലും കഴിഞ്ഞതിന് ശേഷമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരം ആരംഭിച്ചിരുന്നത്. അത് തന്നെയും പ്രവാചകൻ ജമാഅത്തായിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആ നമസ്കാരം നമസ്കരിച്ചുള്ളൂ. ശേഷം സഹാബാക്കളോടുള്ള തൻ്റെ ഉമ്മത്തിനോടുള്ള അനുകമ്പ കാരണം എങ്ങാനും എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായി മാറുമോ എന്ന ഭയം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ജമാഅത്തായിട്ട് നമസ്കരിച്ചില്ല. പ്രവാചകൻ ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നു നമസ്കരിച്ചത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണക്കായ എല്ലാ ആളുകൾക്കും ഇതിന്റെ പുണ്യം ലഭിക്കാൻ, അതിൽ ഭാഗവത്തായി മാറാൻ ഇശാഇനോടനുബന്ധിച്ച് തന്നെ ഈ നമസ്കാരത്തെ ക്രമീകരിക്കാനുള്ള കൽപ്പന കൊടുത്തു. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നമസ്കാരം ആരംഭിച്ചു. ആ നമസ്കാരം ഇശാഇന് ശേഷം ആരംഭിച്ച് അത്താഴ സമയം വരെ തുടരുമായിരുന്നു എന്നുള്ളതാണ്. ഇശാഇന് ശേഷം ആരംഭിച്ച് അത്താഴ സമയം വരെ ആ നമസ്കാരം തുടർന്നിരുന്നു. ഓരോ ആളുകൾക്കും സാധിക്കുന്നത്ര നമസ്കരിച്ച ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു. 10 റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ അവധാനതയോടുകൂടി ആസ്വദിച്ച് ആ 10 റക്അത്ത് നമസ്കരിച്ച് പിരിഞ്ഞു പോകും. ചില ആളുകൾ 16 നിസ്കരിച്ചു പോകും. അതിനും സാധിക്കാത്ത ആളുകൾ 4 നമസ്കരിക്കും. അതിനും സാധിക്കാത്ത ആളുകൾ 8 നമസ്കരിക്കും. ഇങ്ങനെ വ്യത്യസ്ത റക്അത്തുകൾ നമസ്കരിച്ച ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു. അവസാനം അത്താഴം കഴിച്ച് തിരികെ ഫജ്റിന് പള്ളിയിൽ വരാനുള്ള ഒരു സമയം മാത്രം അവശേഷിപ്പിച്ച് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആ നമസ്കാരം നിർത്തുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഈ രൂപത്തിലായിരുന്നു മഹത്തുക്കളായ ആളുകൾ. നമ്മൾ ചാണോട് ചാൺ പ്രവാചകനെയും സഹാബാക്കളെയും പിൻപറ്റുന്നു എന്ന് വീരവാദം മുഴക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും, നമ്മുടെ ആരാധനാകർമ്മങ്ങളും അവരുടെ ആരാധനാകർമ്മങ്ങളും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് 30 ജുസ്അകളായി ഖുർആൻ ക്രമീകരിക്കപ്പെട്ടതുപോലെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രചാരണത്തിലുണ്ടായിരുന്ന ക്രമീകരണം 7 ഭാഗങ്ങളായിട്ടുള്ള ക്രമീകരണമായിരുന്നു. കാരണം അവരിൽ അധിക പേരും 7 ദിവസത്തിലൊരിക്കലെങ്കിലും ഖുർആൻ പൂർത്തീകരിക്കുമായിരുന്നു. അതിനുവേണ്ടിയുള്ള സൗകര്യത്തിന് ഖുർആനിനെ 7 ആയി അവർ ഭാഗിച്ചിരുന്നു എന്ന് കാണാം. ഖതാദ റഹിമഹുല്ല, അദ്ദേഹം വളരെ പ്രസിദ്ധനായ താബിഈയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹം റമദാൻ അല്ലാത്ത സമയങ്ങളിൽ 7 ദിവസത്തിലൊരിക്കൽ നിർബന്ധമായും ഖുർആൻ പൂർത്തീകരിക്കുമായിരുന്നു. റമദാൻ ആയി കഴിഞ്ഞാൽ 3 ദിവസത്തിലൊരിക്കലെങ്കിലും അദ്ദേഹം ഖുർആൻ പൂർത്തീകരിക്കുമായിരുന്നു. എന്നാൽ അവസാനത്തെ 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദിവസവും അദ്ദേഹം ഖുർആൻ പൂർത്തീകരിക്കുമായിരുന്നു എന്ന് ഖതാദ റഹിമഹുല്ലയെ പറ്റി കാണാം. ഇതുപോലെ നിരവധി പണ്ഡിതന്മാരെ പറ്റി കാണാം. ഇത് പറയുന്നത് ഇതുപോലെ നമ്മൾ ചെയ്യാനല്ല, ഒരുപക്ഷെ അതുപോലെ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഖുർആനുമായി അഭേദ്യമായി ബന്ധം വെച്ച് പുലർത്തിയ ആളുകൾ ഈ രൂപത്തിൽ കടന്നുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുമ്പോഴാണ് ഒരു മിനിമം ലെവലെങ്കിലും നമ്മളും നിലനിർത്താനുള്ള ആ ഒരു ചിന്ത, അത് ആ ഒരു ബോധ്യം നമ്മളിൽ രൂപപ്പെടുക. ഏറ്റവും ചുരുങ്ങിയ തലത്തിലെങ്കിലും ഖുർആനുമായിട്ട് ബന്ധം പുലർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മഹത്തുക്കളായ ആളുകൾ ഈ രൂപത്തിലായിരുന്നു ഖുർആനുമായിട്ട് ബന്ധം വെച്ച് പുലർത്തിയത്. അതൊരിക്കലും എണ്ണം തീർക്കാനാണ് നമ്മൾ കരുതരുത്. അത് ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം കാരണം അവർ ചെയ്തു പോയതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയപ്പെടുന്നുണ്ട്, അദ്ദേഹം ഖുർആനുമായിട്ട് അഭേദ്യമായി ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പറ്റി പരാതി വന്നു. കാരണം അദ്ദേഹം പെട്ടെന്ന് ഖുർആൻ തീർക്കാണ്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ മാസത്തിൽ ഒരിക്കൽ ഖുർആൻ പൂർത്തീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ എനിക്കത് സാധിക്കുകയില്ല, എനിക്കങ്ങനെ കഴിയുകയില്ല. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കാണ്. എന്താണ് ഇളവ്? എങ്കിൽ 20 ദിവസത്തിൽ തീർത്താൽ മതി, അത് ഇളവാണ് അദ്ദേഹത്തിനുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതും എന്നെ കൊണ്ട് സാധ്യമല്ല, അത്രയും ദിവസം ഖുർആൻ പൂർത്തീകരിക്കാൻ കാത്തു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് 10 ദിവസമാക്കി ചുരുക്കി കൊടുത്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 3 ദിവസമാക്കി ചുരുക്കി കൊടുത്തു.
ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ദിവസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഖുർആൻ പൂർത്തീകരിക്കരുത്. കാരണം അങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ ഖുർആൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം നമ്മൾ എണ്ണം തീർത്തു എന്നുള്ളതല്ല, ഈ റമദാനിൽ എന്താണ് ഖുർആനിന് വേണ്ടി നാം നൽകിയത് എന്ന് മാത്രം ആലോചിക്കുക. എത്ര സമയം എനിക്ക് ഖുർആനിന് വേണ്ടി നൽകാൻ കഴിയുന്നുണ്ട്? എൻ്റെ സമ്പത്തിൽ നിന്ന്, എൻ്റെ ആരോഗ്യത്തിൽ നിന്ന്, എൻ്റെ സമയത്തിൽ നിന്ന് എന്താണ് ഖുർആനിന് വേണ്ടി ഞാൻ നൽകിയത്? ആ നൽകിയത് വെച്ച് നമുക്ക് അളക്കാൻ കഴിയും ഖുർആനിന് നാം നൽകുന്ന സ്ഥാനം എന്താണെന്നുള്ളത്. കാരണം ഒരു കാര്യത്തിന് വിലയും നിലയും നാം കൽപ്പിക്കുമ്പോൾ അതിന് ഏറ്റവും മൂല്യവത്തായതായിരിക്കും നമ്മൾ നൽകുക. ഒന്നിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുമ്പോൾ, വളരെ ചീപ്പായിട്ട് ഒന്നിനെ കണക്കാക്കുമ്പോൾ അത് വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആന് നമ്മൾ ഒരു വിലയും നിലയും കൽപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഏറ്റവും നല്ല സമയവും പ്രായവും ആരോഗ്യവും സമ്പത്തൊക്കെ അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരുപാട് പാരായണം ചെയ്യണമെന്നല്ല, വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആരംഭിക്കുക. ഏറ്റവും ചെറിയൊരു അളവിലാണെങ്കിൽ പോലും ഈ 24 മണിക്കൂറിൽ ഒരു ദിവസം അരമണിക്കൂർ ഞാൻ എന്തായാലും ഖുർആനിന് വേണ്ടി മാറ്റിവെക്കും എന്നൊരാൾക്ക് ദൃഢനിശ്ചയം ചെയ്യാൻ കഴിയണം. ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി. ഇത് രണ്ടും നമുക്കുണ്ടാകണം. ഖുർആൻ പഠിക്കാൻ കഴിയണം, അതിന്റെ ആശയം മനസ്സിലാക്കാൻ കഴിയണം. അതിനുവേണ്ടി ചെറിയൊരു ഭാഗം നമ്മൾ നിശ്ചയിക്കുക. അതിനു പുറമെ അതല്ലാതെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയൊരു സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. ചെറിയതാണെങ്കിലും അത് നിത്യവും പുലർത്തുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സമയം ഇന്ന് തന്നെ നിശ്ചയിക്കുക. പക്ഷേ അത് എത്ര ചെറിയ സമയമാണെങ്കിലും ഈ റമദാൻ 30 വരേക്കും ഞാൻ അതങ്ങനെ പാലിക്കും നമുക്ക് ഉറപ്പുണ്ടാകണം. സുബഹിക്ക് ഒരു 10 മിനിറ്റ് ആയാൽ, രാത്രി ഒരു 10 മിനിറ്റ്, നമസ്കാരങ്ങൾക്കിടയിൽ ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം റമദാൻ 30 വരേക്കും ഞാൻ ഖുർആനിന് വേണ്ടി മാറ്റിവെക്കും എന്ന ദൃഢനിശ്ചയം നമുക്ക് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന അമലുഹു ദീമത്തൻ. പ്രവാചകന്റെ കർമ്മങ്ങളെല്ലാം ആവേശപ്പുറത്തുള്ള കർമ്മങ്ങളായിരുന്നില്ല. കാന ദീമത്തൻ. പ്രവാചകൻ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അനുഷ്ഠിക്കുമ്പോഴും അതിൽ ഒരു നിത്യത, അതിലൊരു കൺസിസ്റ്റൻസി പ്രവാചകൻ പുലർത്തിയിരുന്നു. അതെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ധൃതി പിടിക്കാതെ വളരെ കൃത്യമായ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ നമുക്ക് ഖുർആനും പഠനവുമായി ബന്ധപ്പെട്ട് ഈ റമദാനിലെങ്കിലും വരുത്താൻ നമ്മൾ തയ്യാറാവുക. ഏറ്റവും ചുരുങ്ങിയതാണെങ്കിലും ചെറിയ രൂപത്തിലാണെങ്കിലും ഈ അവസാനം വരേക്കും ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും എന്ന്, നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കും എന്നൊരു ദൃഢനിശ്ചയം, ഒരു ഉറപ്പ് നമ്മൾ എടുക്കുക. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, പണ്ട് പല പഴയ ആളുകളുടെ ഖുർആനുമായിട്ടുള്ള ആ ബന്ധത്തെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ അസാധ്യമായിട്ടോ അസംഭവ്യമൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആളുകൾക്ക് മൊബൈൽ ഫോണുമായിട്ട്, സോഷ്യൽ മീഡിയയുമായിട്ടുള്ള ബന്ധം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു, നമ്മുടെ ഹൃദയം ഏതെങ്കിലും ഒരു കാര്യമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മാറ്റിവെക്കാൻ, ആ ചെയ്തിയിൽ നിന്ന് മാറി നിൽക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആ ഖുർആനുമായിട്ട് നമ്മുടെ ഹൃദയം ലയിച്ചു കഴിഞ്ഞാൽ സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. ചില ആളുകളുടെ ചർമ്മങ്ങളും ഹൃദയവും എല്ലാം അതിലേക്ക് ലയിച്ചു ചേരുന്നുള്ളതാണ്. അങ്ങനെ ഖുർആനുമായിട്ട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ ചിലവഴിക്കുന്ന സമയം നമുക്ക് നഷ്ടമായിട്ട് തോന്നുകയില്ല. അങ്ങനെ ഖുർആനുമായിട്ട് സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. വേണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ഫോൾഡറിലാക്കി വെക്കുക ഫോണിൽ. ആ ഫോൾഡറിൽ തന്നെ ഖുർആൻ വെക്കുക. എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ തുറക്കണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴൊക്കെയും ഖുർആൻ എന്നുള്ളൊരു പേജ് ഓതിയിട്ട് ഞാൻ തുറക്കുള്ളൂ എന്ന് തീരുമാനിച്ചു നോക്കൂ. ഒരുപക്ഷെ 2 ഖത്മുകൾ നമുക്ക് ഈ റമദാനിൽ തീർക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഖുർആനുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ചു നിർത്താൻ, അതിലൂടെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കാൻ, അതിലൂടെ റമദാനിന്റെ മർമ്മത്തെ സ്പർശിക്കാൻ, അതിലൂടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ അല്ലാഹു നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.